സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു മില്ലറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിന് രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് ആരോ എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ചിലവർ ഒരു ARAW എന്ന് എഴുതാറുണ്ട്, ചിലവർ ഒരു W എഴുതാറുള്ളൂ. പിന്നെ വേറെ പേരുള്ളത് ഇതാണ്, മോണിക്കോറോ എന്നും പറഞ്ഞിട്ട്. ഈ പേരിലാണ് അറിയപ്പെടുന്നത്. ആരാന്നും പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഗ്രാനുലേറ്റഡ് മില്ലറ്റ് ബോൾസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. മില്ലറ്റിൻ്റെ ചെറിയ ബോളുകളാണ്. അപ്പോൾ ഇത് എന്ത് മില്ലറ്റാണെന്ന് അവരത് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒന്നില്ലെങ്കിൽ മറ്റേ സോർഗം, അല്ലെങ്കിൽ മറ്റേ ഇത് ബാജ്ര, പേൾ മില്ലറ്റ്. ഇതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. റാഗിയും ഉപയോഗിക്കുന്നുണ്ട്. ഈ മൂന്ന് മില്ലറ്റിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. സംഭവം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മില്ലറ്റിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് പൊടിച്ചിട്ട് പൊടിച്ചിട്ട് ആ പൊടി ഫ്ലോർ മാവ് വെള്ളം തൊട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് പോലെ ഉരുട്ടി എടുക്കും. എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കും. അപ്പോൾ ഇത് കുറേ നാൾ സൂക്ഷിച്ച് നോക്കാൻ പറ്റുമെന്ന് പറയണം. അപ്പോൾ ഇത് മെയിനായിട്ട് കഞ്ഞി വെച്ച് കുടിക്കാനാണ്. പോർജ്, ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞി വെച്ച് കുടിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ പൊട്ടിച്ച് നോക്കാം. അപ്പോൾ പൊട്ടിച്ചിട്ട് നമ്മളത് ഈ ഒരു ചെറിയൊരു കട്ടവറിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. അത് ടേസ്റ്റ് നോക്കി. അപ്പോൾ ഇത് ബാജറയുടെ രുചിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ബാജറയുടെ ഗ്രാനുലേറ്റഡ് ബോളാണ്. പിന്നെ അതിനെപ്പറ്റി പറയാനുള്ളത് ആഫ്രിക്കക്കാരുടെ ഒരു പ്രശ്നമാണ്. ആഫ്രിക്കയിൽ സഹേൽ എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ട്. അപ്പോൾ അവിടെ സഹേൽ എന്ന് പറഞ്ഞ റീജിയൻ അത് പറയണ വെസ്റ്റ് ഈസ്റ്റ് കോസ്റ്റ് അങ്ങനെ എന്താണ് പറയണത്. അപ്പോൾ അതിൽ സഹാറയുടെ ഡെസേർട്ടിൻ്റെ കുറേ ഭാഗം വരും, പിന്നെ തീരപ്രദേശത്തിൽ വരും. അപ്പോൾ ആ സഹേൽ റീജിയനിൽ 12 രാജ്യമുണ്ട്. അതിൽ മെയിനായിട്ട് സെനഗൽ, ഗിനിയ എന്ന് പറഞ്ഞ 2 രാജ്യങ്ങളുണ്ട്. അവിടെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കുക്ക് ചെയ്യണതിന് അവർ പറയണ കണക്കെന്ന് പറഞ്ഞാൽ 1:4 ആണ്. ഇതൊരു ക്വാണ്ടിറ്റി എടുക്കണേ അതിൻ്റെ 4 ഇരട്ടി വെള്ളം എടുക്കുക എന്നുള്ളതാണ് കണക്ക്. എന്നിട്ട് അത് വെച്ചിട്ട് കഞ്ഞി വെക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ പോകണതാണ്. അപ്പം നമ്മൾ ഒരു കപ്പ് എടുക്കാൻ പോകണതാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ 1:4 റേഷ്യോ. അപ്പോൾ ഇതുപോലെ 4 കപ്പ് വെള്ളം കൂടി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാത്രത്തിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്യുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഈ മറ്റേ ആരോ വെച്ചിട്ടുള്ള കഞ്ഞി ഉണ്ടാക്കി. ഇനി ആഫ്രിക്കക്കാരുടെ ട്രഡീഷൻ അനുസരിച്ചിട്ട് ഇതിൽ അവർ സിനമൺ പൗഡറോ പാലോ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർത്തിട്ട് കഴിക്കും. അപ്പോൾ ബാജറയുടെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരു വെറൈറ്റി ഐറ്റമാണ്. മില്ലറ്റിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.